വണക്കം 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 മക്കളെ വണക്കം. ഞാൻ അൽക്ക. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സൈഡിനെ പറ്റിയാണ്. തലയിൽ കുത്തുന്ന സ്ലൈഡല്ല, സൈഡാണ്. രമേശേട്ടാ, ഞാൻ പാലക്കാട് സൈഡിൽ നിന്നാണ് വരുന്നത്. ആണോ? പാലക്കാട് ഇവിടെ നല്ല കച്ചവടമാണ്. ഓ, പാലക്കാട് എവിടെയാണ്? മലമ്പുഴയിലാണ്. മലമ്പുഴ യക്ഷിക്ക് സുഖാണോ? അറിയില്ല, എന്നാ പറ. ഈ സൈഡിനെ എന്ത് പ്രസക്തി ഉണ്ടെന്ന് ചോദിച്ച് നിങ്ങൾ എന്നെ സൈഡാക്കരുത്. സൈഡിന് ഒരുപാട് പ്രസക്തി ഉണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ മലയാളികൾ ഒരു ബസ്സിൽ കയറിയാൽ ആദ്യം നോക്കുന്നത് എന്താ? സൈഡ് സീറ്റ് ഉണ്ടോന്നാണ്. പക്ഷേ അതേ ബസ്സിൽ കുറച്ച് തള്ളം ഉണ്ടായാൽ ആ കണ്ടക്ടർ വന്ന് പറയും, ഇതെന്താ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, കുറച്ച് സൈഡിലോട്ട് നീങ്ങി നിൽക്കാൻ. പോരാത്തേനെ, ഇന്ന് ഞാനും അമ്മയും കൂടി എറണാകുളത്ത് വന്ന് ഒരു ഹോട്ടലിൽ ഊണ് കഴിക്കായിരുന്നു. അപ്പൊ ആ സൈഡിലിരിക്കുന്ന ചേട്ടൻ പറയാ, സൈഡ് സൈഡ് എന്ന്. ഇത് കേട്ടിന്റെ അമ്മ ഭിത്തിയും തുറന്ന് അപ്പുറത്തേക്ക് നീങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാ ആ ചേട്ടൻ പറയുന്നത്, ഇത് ആ സൈഡല്ല, ഊണിന്റെ സൈഡാണ് എന്ന്. അപ്പോഴാ ഞാൻ അറിയുന്നേ, ഈ ഊണിന്റെ വില സൈഡ് ഉണ്ടല്ലോ എന്ന്. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ സൈഡിനെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോ അച്ഛനും അമ്മയും നല്ല വഴക്ക്. ഇതിനിടയിൽപ്പെട്ട എന്നോട് അച്ഛൻ ചോദിച്ചു, മോളെ ഞാൻ അച്ഛന്റെ സൈഡ് നിക്കില്ലേ? അമ്മ ചോദിച്ചു, മോളെ ഞാൻ അമ്മയുടെ സൈഡ് നിക്കില്ലേ? ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിന്ന് പകച്ചുപോയി എന്റെ ബാല്യം. അമ്മയുടെ സൈഡ് നിന്നാലേ ചോറ് കിട്ടും എന്നുള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ സൈഡ് നിന്നു. പക്ഷേ ഇപ്പൊ രണ്ടുപേരും എന്നെ സൈഡാക്കിയിട്ട് അവരങ്ങ് ഒന്നായി. അല്ലേലും എല്ലാ കുടുംബത്തിലും അങ്ങനെയാണല്ലോ. എനിക്കൊരു മാമനുണ്ട്, പുള്ളിയും ഈ സൈഡ് സീറ്റിന്റെ ആളാ. ഒരു കാറിൽ കയറിയ ഒന്നല്ലെങ്കിൽ ഡ്രൈവർ സീറ്റ് അല്ലെങ്കിൽ സൈഡ് സീറ്റ്. മാമ ഇടയ്ക്ക് വെച്ചൊന്ന് ഗൾഫിൽ പോയായിരുന്നു. ഇപ്പൊ ഗൾഫിലെ ജയിലാണ്. എന്താ കാരണം? മാമന് ഒരേ നിർബന്ധം, മാമൻ കയറിയ ഫ്ലൈറ്റില് ഒന്നില്ലെങ്കിൽ പൈലറ്റ് ഇരിക്കുന്നിടത്ത് മാമൻ ഇരിക്കണം, അല്ലെങ്കിലോ കോപ്പൈലറ്റ് ഇരിക്കുന്നിടത്ത് മാമൻ ഇരിക്കണമെന്ന്. അതുകൊണ്ട് ഇപ്പൊ എന്താ, ജയിലിൽ സൈഡ് വിൻഡോയെ നോക്കി ഒറ്റ നിൽപ്പ. അത് പോട്ടെ, ഇതൊക്കെ കേട്ട് നിങ്ങൾ എന്റെ അപ്പൂപ്പന്റെ കാര്യം കൂടി ഒന്ന് കേൾക്കണം. അപ്പൂപ്പനെ ഏതൊരു വണ്ടി ഒതുക്കിയിരുന്നത് കണ്ടാലും അപ്പൂപ്പന് ഓടിപ്പോയി സൈഡ് പറയണം. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹെലികോപ്റ്റർ താഴ്ന്നു വരുന്നത് കണ്ടതും അപ്പൂപ്പൻ സൈഡ് പറയാനായിട്ട് ഓടിപ്പോയതാ. ഇപ്പൊ സൈലന്റ് വാലിയിലെ ഏതോ ഒരു സൈഡിൽ അപ്പൂപ്പൻ ഉണ്ടെന്ന അറിവ്. അപ്പോ അതുപോലെ തന്നെ എന്റെ കുഞ്ഞമ്മയുടെ ഒരു മോനുണ്ട്, അരുൺ. കോളേജിലാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ചെലവ് കൂടി വന്നപ്പോ കുഞ്ഞമ്മ പറഞ്ഞു, മോനെ നീ പഠിത്തത്തിന്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും കൂടി നോക്കാൻ. ഇത് കേൾക്കേണ്ട താമസം. വൈകിട്ടായപ്പോ ചേട്ടൻ സൈഡായിട്ട് നോക്കിക്കൊണ്ടിരുന്ന സൈഡ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ വിളിച്ചു വന്ന് വീട്ടിൽ വന്ന് കേറി. ഇത് കണ്ടു നിന്ന കുഞ്ഞമ്മയും കൊച്ചനും അറ്റാക്ക് വന്ന് ഒരു സൈഡും തളർന്ന് ഒരേ കിടപ്പ. ഇത്രയൊക്കെ പറഞ്ഞപ്പോ അമ്മനെ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ. പ്രഷറും ഷുഗറും ഇതിന്റെയൊക്കെ ഗുളിക കഴിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ. എപ്പോ വേണമെങ്കിലും മയങ്ങി വീഴാം. സോറി അമ്മ, അമ്മയുടെ പ്രായം പുറത്തിറങ്ങതിൽ അമ്മക്ക് ചമ്മലുണ്ടേ. അപ്പോ അമ്മ ഈ ഗുളികകളൊക്കെ സൈഡ് ഒടിച്ചു കളഞ്ഞിട്ട് ഒരു സൈഡിൽ പോയി ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ കഴിക്കുന്നതെന്ന്. അപ്പൊ അമ്മ പറയാ, മോളെ ഈ ഗുളികക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന്. അപ്പോ ഈ സൈഡ് എഫക്റ്റ് ഉള്ള ഗുളികയും കൊണ്ട് ഒരു സൈഡിൽ പോയി ഇരുന്ന് കഴിക്കുന്നതിന്റെ അമ്മയെ ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്ന കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ എന്നും എപ്പോഴും എന്റെ തോളിൽ ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്. അത് വേദാളല്ല കേട്ടോ, അതെന്റെ ബാഗാണ്. സ്കൂളിലെ ബുക്കും ചോറും പിന്നെ എന്റെ കുറെ അലവലായ സാധനങ്ങൾ ചേർന്നാൽ അത് എടുത്തു പോക്കാൻ ഒരു ചുമട്ട് തൊഴിലാളികളെ കൂടി വിളിക്കേണ്ടി വരും. അത്രയ്ക്ക് വേറ്റാ. അതുകൊണ്ട് ഞാൻ ആ ബാഗിനെ ജാലിയൻ വാല ബാഗ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെയും എന്റെ അമ്മയ്ക്ക് ഇഷ്ടം എന്റെ ബാഗിന്റെ സൈഡ് ഉറയാണ്. ഇപ്പൊ അവിടെ ഒരു പെന്ന് വെച്ചിട്ടെങ്കിൽ അമ്മ പറയും, മോളെ ഞാൻ ആ ബാഗിന്റെ സൈഡ് ഉറയിലെ പെന്ന് വെച്ചിട്ടുണ്ട് അൽക്കാന്ന്. ബാഗിന്റെ സൈഡ് ഉറയിൽ പോലും ക്ലാസിഫിക്കേഷൻ നടത്തുന്ന ഒരാളാണ് എൻ്റെ അമ്മ. ഈ പറയണ ഞാനോ ഷൂട്ടിന് വന്നപ്പോ റൂമില് മീനുപ്രിയ ചേച്ചിയില്ലേ, മറ്റു അഡ്വക്കേറ്റ്, ആ ചേച്ചിനെ വരെ ഞാൻ ചവിട്ടി സൈഡാക്കി. എന്തിനെ? മമ്മൂക്കയുടെ കാറിന്റെ സൈഡിൽ പോലും എപ്പോഴും കാണുന്ന ഒരാളാണ് നമ്മളെ രമേശേട്ടൻ അല്ലേ. ഇത്രയൊക്കെ സൈഡ് പറഞ്ഞുകൊണ്ട് എന്റെ സ്റ്റാൻഡപ്പിന് നിങ്ങൾ സൈഡാക്കരുത് എന്ന അപേക്ഷയിൽ ഞാൻ സൈഡിലോട്ട് മാറി നിൽക്കുന്നു. നന്ദി, നമസ്കാരം.